രക്ഷിതാക്കളെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സഫറേ നൂറിൻ്റെ പ്രൗഢമായ വേദിയിലാണ്. നാഥൻ കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദൂര പ്രഭതോൽക്കും ചന്തമോ, ആലം വാത്തിപ്പാടും സുഗന്ധമോ, ആരിലും മഴകാലെ മികന്ധമോ, ആറ്റൽ നബിയെ അങ്ങ് വസന്തമോ. ദർശകൻ മക്ഫി മനം ചൂച്ചിയേ, ഗുൽദർബർഗേ ഗുൽ. ഓൻ്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് ലോകത്തിൻ്റെ നേതാവ്? സയ്യിദി വ മലാദി വ മുസമ്മിലി മുഹമ്മദുർ റസൂലുള്ളാഹ്. പരിവർണ്ണനങ്ങൾക്കതീതമാണ് നമ്മുടെ നേതാവിൻ്റെ മഹത്വങ്ങൾ. ആരൊക്കെ കൈവടിഞ്ഞാലും നമ്മുടെയൊക്കെ മനതാരിൽ ഒളിപ്പിച്ച പ്രണയത്തിൻ്റെ താളകളിൽ പൂട്ടിയിട്ട അഷ്റഫുൽ ഹൽക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രണയത്തിൻ്റെ ബഹറിൽ മുങ്ങിയവർക്കറിയാം തങ്ങളെ കൈവടിയില്ലെന്ന്. എത്ര തെറ്റ് ചെയ്താലും ആ മദീനയിലെ മാണിക്യ കൊട്ടാരത്തിൽ മാലോകർക്ക് മാർഗദർശിയായി കിടക്കുന്ന നേതാവ് അവിടുന്ന് പൊറുത്തു തരുന്നതാണ്. അവിടുന്ന് ഏറെ കാരുണ്യമുള്ളവരാണ്. അതല്ലേ മഹാന്മാരെല്ലാം അവിടുത്തെ മനതാരിലേറി നടന്ന് അവരെല്ലാം ഉന്നതമായ സ്ഥാനത്തെത്തിയത്. ഏതൊരു വലിയും വലിയായത് ഹബീബായ തങ്ങളെ മുറുകെ പിടിച്ചാൻ. തങ്ങളില്ലാതെ ഒരു വലിയനും അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിവതല്ല. ഈ ലോകവും ഈ ലോകത്തുള്ള സർവ്വതും അല്ലാഹു സൃഷ്ടിച്ചത് അത് മുഹമ്മദിയ സൃഷ്ടിപ്പിന് വേണ്ടിയാണ്. ആദം നബിക്ക് മുതലേ തങ്ങളുടെ നൂറിനെ പടച്ചിട്ടില്ലേ? എത്രയാണ് ഇവിടെ ദറജ, അത് പറഞ്ഞറിയിക്കാൻ കഴിവതല്ല. എല്ലാറ്റിൻ്റെയും അവസാനം അത് മദീനയാണ്. അതല്ലേ ഹബീബായ തങ്ങൾ പറയുന്നു, അൽ ഈമാനു യുഗ്രിസു മിനൽ മദീന കമാ തുഗ്രിദു ഹയ്യത ഇലാ ജുഹരിഹാ. ഒരു പാമ്പതിൻ്റെ മടയിലേക്ക് മടങ്ങുന്നത് പോലെ മുഅ്മിനീങ്ങളെല്ലാം മദീനയിലേക്ക് മടങ്ങുന്നതാണ്. ആ പറുദീസയിൽ അണഞ്ഞവരെല്ലാം മുത്തങ്ങ സോപാനങ്ങളിൽ വിരാജിച്ചു പോയി. അവിടെ മാപ്പിരുന്നവരെല്ലാം സ്വർഗ്ഗത്തിലാണ്. ഓ പ്രിയരെ, അതാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മദീനയിലെ റൗളയിലേക്ക് പോവുകയാണ്. ആരാണ് അലി റളിയല്ലാഹു അൻഹു? തൻ്റെ 10-ാം വയസ്സിൽ ഇസ്ലാം പുൽകി ഹബീബായ തങ്ങളുടെ കൂടെ കൂടിയതാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ട് തങ്ങൾ പറയുന്നു, അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ. ഞാൻ അറിവിൻ്റെ പട്ടണമാണെങ്കിൽ അലിയതിൻ്റെ കവാടമാണ്. ആ അലി റളിയല്ലാഹു അൻഹു റൗളയിലെത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ്, അതാവിടെ ഒരു അഹ്റാബി തലയിൽ മണ്ണിട്ട് വാരിക്കരയുകയാണ്. ഓ നബിയേ, ഓ എൻ്റെ നബിയേ, ഇർതകബതു അലൽ ഹതാ غير حسر وعداد لك أشكو فيا سيدي غير النبي. ഓൻ്റെ നബിയേ,
ഞാൻ എൻ്റെ ശരീരത്തോട് അക്രമം ചെയ്തു പോയി നബിയെ, അങ്ങനെക്ക് മാപ്പ് നൽകണം, അങ്ങ് അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യണം നബിയെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് റാവി കരയുകയാണ്. തൽവതരം കാരുണ്യത്തിൻ്റെ കടലകൾ അടിച്ചു വീശുകയാണ്. മാനവികതയുടെ മനതാരിലെ നേതാവിൻ്റെ മറുപടി ഹുജറ ശരീഫിൽ നിന്ന് ഉയരുകയാണ്. അവിടുന്ന് പറയുന്നു, അത് കുഫിറുലക, നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. ഓ പ്രിയരെ, ഇത് യഥാർത്ഥ പ്രണയമല്ലേ? ഇത് ദുനിയാവിൻ്റെ സുഖലോലുപതിയിൽ ആർത്തുല്ലസിക്കുന്നവരെ അറിഞ്ഞില്ലേ? പ്രണയ സാഫല്യം അത് മുത്തുനബിയിലൂടെയാണ്. കണ്ണിനും കരളിനും പ്രണയം ബാധിച്ചാൽ ദുനിയാവ് അവർക്ക് വെറുമൊരു ഇടവേള മാത്രമായി മാറും. വല്ലാഹി വല്ലാഹി വല്ലാഹി, നാളെ ആഹിറത്തിൽ രക്ഷ വേണോ? നാളെ ആഹിറം വിജയിക്കണോ? പ്രിയരെ, ആ സ്നേഹം മതി. അള്ളാഹു നമ്മളെല്ലാം ആ പ്രണയത്തിൽ വിരാജിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാട്ടെ. ദുആവസ്യത്തോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അനഹ്തതിമു കലാമി വഹർദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.